south side. Kicking down doors you cannot hide. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സാധാ ദോശയും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെഷ്യൽ ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ദോശ വേറെ ഒന്നുമല്ല, നമ്മൾ കളർ ദോശയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വയലറ്റ് കളർ ദോശയും ഓറഞ്ച് കളർ ദോശയും. വയലറ്റ് കളർ ദോശയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച് കളറിന് ക്യാരറ്റ് അരച്ചതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. Malabar boys from the south side. Kicking down doors you അങ്ങനെ നമ്മുടെ ഓറഞ്ച് കളർ മാവ്, വയലറ്റ് കളർ മാവ്, വെള്ള കളർ മാവ് ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ പ്രതീക്ഷിച്ച കണക്കല്ല ഗൈസ്, നല്ല രീതിയിൽ ഞങ്ങളുടെ കഷ്ടപ്പാട്. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് കല്ലിൻ്റെ അത്രയും വലിപ്പമുള്ള വലിയൊരു ദോശ ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കിയത്. പക്ഷേ അതും പാളി. പിന്നെ കൊച്ചു ദോശ ഉണ്ടാക്കുന്നത് വെച്ചപ്പോൾ അതും കല്ലിൽ പിടിക്കുന്നില്ലായിരുന്നു ഗൈസ്. ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ സാധാ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, സാധാ ദോശ കുഴപ്പമില്ലായിരുന്നു. ബീട്രൂട്ടും ക്യാരറ്റും ഒന്നെങ്കിൽ ആ ഫ്ലേവർ ചേർന്ന് തന്നെയാണോ അതോ കല്ല് ഉപയോഗിക്കാതെ ഇരുന്നിട്ട് നമ്മളിപ്പോൾ എടുത്ത് ഉപയോഗിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, കുറച്ച് നമ്മൾ കഷ്ടപ്പെടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും വയലറ്റ് ദോശയെക്കാട്ടിൽ കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് നമ്മുടെ ക്യാരറ്റ് ദോശയ്ക്ക് തന്നെയാണ്. അപ്പം ഗൈസ്, നമുക്ക് കല്ലിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ദോശ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാഞ്ഞത്. ഇത് തന്നെ ചെറിയ പാനിൽ ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ദോശയ്ക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഗൈസ്, നമുക്ക് ഇടയ്ക്കുന്ന പാളിയെങ്കിലും നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ദോശ തന്നെ നമ്മൾ അവസാനം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ളതും ഇതിൽ മികച്ചതുമായ വീഡിയോയുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.